സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിലും റൈഡേഴ്സ് ആണെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവാറുണ്ട്. എനിക്കുമുണ്ട്, ലഡാക്ക്. സോ വെൽക്കം ടു ലഡാക്ക്. ഞാനിപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ലഡാക്കിന്റെ ഒരു തലസ്ഥാനമായ ലേയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം എൻ്റെയർ ആയിട്ടൊരു ബൈക്ക് റൈഡ് പ്ലാൻ ചെയ്ത ഈ ട്രിപ്പിൽ ഈ ഫ്ലൈറ്റ് ആഡ് ചെയ്തതിന് ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഈ വ്യൂസ്. ലേ അല്ലെങ്കിൽ ശ്രീനഗർ ഫ്ലൈറ്റിൽ മാത്രം എക്സ്ക്ലൂസീവായി കാണാൻ പറ്റുന്ന വ്യൂസ്. ആ മഞ്ഞുമലയൊക്കെ വിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മൗണ്ടെയിൻസ് കണ്ടു തുടങ്ങുമ്പോൾ അറിയാം നമ്മൾ ലഡാക്ക് സോണിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ലേ എയർപോർട്ടിൽ ഒരു ഹാർഡ് ലാൻഡിങ്ങും അറൈവലിന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്യിച്ച് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വെൽക്കം ടു ലഡാക്ക്. ഇതൊരു കംപ്ലീറ്റ് ബൈക്ക് ട്രിപ്പ് അല്ലെങ്കിലും ഒരു ഫ്ലൈറ്റ് ആഡ് ചെയ്തെങ്കിലും ബൈക്കിനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഞങ്ങളുടെ പിന്നാലെ തന്നെ ഞങ്ങളുടെ ബൈക്സും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ ബാക്കിയുള്ള സൈറ്റ് സീയിങ്ങും തിരിച്ചു പോകുന്നതും എല്ലാം ബൈക്കിൽ തന്നെയാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ ഫ്രണ്ടിലത്തെ വ്യൂ, സ്പിതിക് മൊണസ്ട്രി. ഹോപ്പ്ഫുള്ളി ഇത് തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് വിസിറ്റ്. ലഡാക്ക് ട്രിപ്പ് ശരിക്കും ഈ പറയുന്ന പോലെ വലിയ എളുപ്പമൊന്നുമല്ല. ഇന്ന് എൻ്റെ 3ാമത്തെ ദിവസമാണ് ഇവിടെ. കഴിഞ്ഞ 2 ദിവസവും ഞാനിവിടെ വന്ന് ലാൻഡ് ചെയ്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ശരിക്കും റെക്കോർഡ് ചെയ്യാൻ പോയിട്ട് കട്ടിലിൽ നിന്ന് എണീറ്റൊന്നിരിക്കാനുള്ള അവസ്ഥയിൽ പോലും അല്ലായിരുന്നു ഞാൻ. അത് വേറൊന്നും കൊണ്ടല്ല, ലഡാക്കിൽ നമ്മൾ എത്തുമ്പോൾ ആക്ച്വലി ബൈ എയർ വന്നത് കാരണം വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് കാരണമാണ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് 2 ദിവസം. ശരിക്കും ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാനുള്ളൊരു മൂഡിൽ തന്നെയായിരുന്നു. ഇവിടെ വരാനായിട്ട് ബൈ എയറോ ബൈ റോഡാണെങ്കിൽ ശ്രീനഗർ വഴിയോ അല്ലെങ്കിൽ മണാലി വഴിയോ വരാം. മണാലി വഴി വരുന്നത് ആക്ച്വലി ഒരു ഓൾട്ടിറ്റ്യൂഡ് സിക്നസിൻ്റെ ബേസിസിൽ നല്ല റിസ്ക് ആണ്. കാരണം പെട്ടെന്ന് ഓൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ആവുകയാണ്. ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എയർ കോളത്തിൻ്റെ പ്രഷർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. ഈ ഓക്സിജൻ്റെ കുറവ് കാരണം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ പടി കയറുക എന്നൊക്കെയുള്ള നമ്മൾ റെഗുലറായിട്ട് ജീവിതത്തിൽ നോർമൽ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനത്തെ ആക്ടിവിറ്റീസ് പോലും ഭയങ്കരമായിട്ട് നമ്മൾ തളർന്ന പോലെ തോന്നും. കാരണം നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇല്ല. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പോട്ടെ, ഇവിടെ വരുന്ന മിക്കവാറും എല്ലാവർക്കും ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് വലിയ രീതിയിലല്ലെങ്കിലും മൈൽഡായിട്ടൊരു ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് വരും, അതായത് ശ്വാസം കിട്ടാതിരിക്കുക, ശ്വാസം എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരിക. അവരൊക്കെ സത്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു 500 മീറ്ററോളം ഹൈറ്റ് കുറച്ച് താഴോട്ട് ഏതെങ്കിലും വാലികളിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആർക്കും ഇതുവരെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ഇനി കുറച്ച് ദിവസം എന്തായാലും ഒരാഴ്ച എന്തായാലും ലേയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ എന്തായാലും ഇതൊരു ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പതുക്കെ തന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ വിസിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ലേക്ക് അകത്തുള്ള സ്ഥലങ്ങൾ തന്നെ ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാനാണ് പ്ലാൻ. ഇപ്പോഴത്തെ വെതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തണുപ്പുണ്ടോ എന്ന് വെച്ചാൽ തണുപ്പുണ്ട്. ശരിക്കും ഞാനും ജാക്കറ്റൊക്കെ ഇട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ വെളിയിലിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. കാരണം ക്ലൗഡ്സ് ഒന്നും ഇല്ല, സ്കൈ മൊത്തം നല്ല ക്ലിയർ ആണ്. തെളിഞ്ഞ ആകാശം ആയതുകൊണ്ട് തന്നെ വെയിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ്. UV ഇൻഡെക്സ് വെരി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ കവറിങ് ആയിട്ടുള്ള ഡ്രസ്സ്, സൺഗ്ലാസ്, സൺസ്ക്രീൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ 2-3 ദിവസമായിട്ട് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും പുറത്തൊന്നും പോയില്ല. അതുകൊണ്ട് തന്നെ എന്ത് എക്സ്പ്ലോർ ചെയ്യണം, എവിടെ പോകും എന്നൊന്നും ഞാനിപ്പോൾ സത്യത്തിൽ പറയുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ കാണിച്ചത് തന്നെ ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള മണസ്ട്രി തന്നെയായിരിക്കും ആദ്യം ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനും ഒരു കാരണമുണ്ട്. അതെന്തായാലും ഞാനവിടെ വിസിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഗ്രൂപ്പ് ഞങ്ങളെ ഇവിടെ ലേയിലെത്തി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ എന്തൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്യണം, എന്തൊക്കെ സ്ഥലം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് കമൻറ്റിൽ എഴുതുക. അതുപോലെ തന്നെ ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസും ഇതുപോലുള്ള ട്രാവൽ കണ്ടൻസും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ആഴ്ച ലേയുടെ വിശേഷങ്ങളുമായിട്ട് എപ്പിസോഡ് 2 വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.